എൻ്റെ നല്ലയമ്മ. പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ജീവിതം. ചങ്ങനാശ്ശേരി കണിച്ചുകുളം സെന്റ് മേരീസ് ചർച്ച് ഇടവകാംഗമായ ചന്ദ്രത്തിൽ ജസ്റ്റിൻ ജേക്കബ് തൻ്റെ ജീവിതത്തിൽ അമ്മയെ അടുത്തറിഞ്ഞ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. എൻ്റെ ചെറുപ്പക്കാലം പള്ളിയിൽ പോവും, പ്രാർത്ഥിക്കും, മാതാവിൻ്റെ ഗ്രോട്ടോളടുത്ത് അമ്മയുടെ രൂപത്തിനടുക്ക് ചെല്ലും, തിരികെ തിരികെ എത്തിക്കും. അങ്ങനെയൊക്കെ ജീവിതം പോയെങ്കിലും അമ്മയിൽ ആഴമേറിയൊരു വിശ്വാസവും, വിശ്വസിച്ചാൽ അമ്മ പ്രവർത്തിക്കുമെന്നും അമ്മ തൊട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പലരും സംസാരിക്കുമ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലും ഒന്നും അമ്മയെപ്പറ്റി ഒന്നും തോന്നിയിട്ടില്ല. അതൊക്കെ ചുമ്മാതായിരിക്കും എന്നൊക്കെ ഞാൻ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒരു 15 വർഷത്തിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ വയ്യാത്ത ഏറ്റവും വലിയൊരു അനുഭവം ഉണ്ടായി. അനുഭവം ഒരു വലിയൊരു ആക്സിഡൻ്റായിരുന്നു. ഞങ്ങൾ ഒരു പെട്ടി ഓട്ടോയിൽ ഒരു ചെറിയൊരു വർക്കുമായിട്ട് ഒരു പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് ഇറങ്ങുന്ന സമയം 12നും 1 മണിക്കും ഇടയ്ക്കായിരുന്നു, വൈകിട്ട്. ആ സംഭവം ഞങ്ങളങ്ങോട്ട് വണ്ടിയിൽ ചെന്ന് ഇറങ്ങുമ്പം വലിയൊരു നാഷപ്പറപ്പൻ്റെ ഒരു ലോറി വന്ന് ഞങ്ങളെ ഇടിച്ച് അങ്ങ് ഒരു വല്ലാത്ത സിറ്റുവേഷനിലാക്കി വണ്ടി. ഡ്രൈവറിന് ഇറങ്ങാൻ പറ്റത്തില്ല. അതിൻ്റെ അകത്ത് ആര് പുറത്തുനിന്ന് ആര് നോക്കിയാലും ആ വണ്ടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കണ്ടീഷൻ ഇല്ല. ആ വണ്ടി ഇടിക്കുമ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന വാക്ക് എൻ്റെ അമ്മേ മാതാവേ എന്നുള്ളൊരു സംഭവമായിരുന്നു. ഞാൻ ആ വണ്ടിയിൽ നിന്ന് തെറിച്ച് വീഴുകയായിരുന്നു. കുറച്ച് അകലെ വീണു. എൻ്റെ കൂടെ ഇരുന്ന ആ പയ്യന് കയ്യും കാലും എല്ലാം വല്ലാത്ത അവസ്ഥയിലായി. കമ്പിയൊക്കെ ഇട്ട് മാസങ്ങളോളം ചികിത്സയിലായിരുന്നു. ഭയങ്കര ചിലവ് വർക്കായി. അങ്ങനെ ആയിരുന്നപ്പം ഞാൻ തെറിച്ച് വീണ് കഴിഞ്ഞ് എനിക്കൊരു പോറൽ പോലും വെക്കാതെ എൻ്റെ അമ്മ, മാതാവ്, പരിശുദ്ധ അമ്മ എന്നെ അമ്മയുടെ ഉള്ളങ്കയിൽ എന്നെ പിടിച്ചു എന്ന് എനിക്കൊരു വലിയൊരു അനുഭവമായി. കാരണം അത്രയും ദൂരത്ത് അങ്ങനെ ഒരു അപകടത്തിൽ നിന്ന് വീണ ഒരാൾ കാലയിലൊരു 2 സ്റ്റിച്ചേൽ വിടാം, ഇട്ടില്ല. അപ്പം എൻ്റെ കഴുത്തേലൊരു ജപമാല ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നേരത്തെ അങ്ങനെ വലിയ ജപമാലയൊന്നും ഉപയോഗിക്കത്തില്ലായിരുന്നു. ആ സമയത്ത് അങ്ങനെ പോയപ്പം ജപമാല ഇട്ടായിരുന്നു പോയത്. ആ ജപമാല എൻ്റെ കഴുത്തിൽ കിടന്ന ജപമാല എൻ്റെ കയ്യിൽ ചുറ്റിക്കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരമ്മ, ഒരു സ്ത്രീ, ഒരു നല്ല ഒരു അമ്മ വന്ന് എന്നെ ആ റോഡിൽ നിന്ന് പിടിച്ചു പൊക്കി എന്നെ എണീപ്പിച്ചു. അപ്പോഴത്തേനും എനിക്ക് ബോധമായി. ഞാൻ പെട്ടെന്ന് നോക്കുമ്പം ഒരു സുന്ദരിയായ ഒരു സ്ത്രീ, ഒരമ്മ എന്നെ സ്പർശിച്ചു, എന്നെ തൊട്ടു എന്നുള്ള എനിക്കൊരു സംഭവം ഉണ്ടായി. എൻ്റെ ശാരീരികമായിട്ട് എനിക്കൊരു ഭയങ്കര ഒരു അനുഭവമായിപ്പോയി തുടക്കം. അവിടുന്ന് ഞാൻ ബാക്കിയുള്ള ആൾക്കാരെയെല്ലാം ചെന്ന് വിളിച്ചു. അങ്ങനെ ആശുപത്രിയിലും കാര്യങ്ങളൊക്കെ ആയി. അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് അമ്മയോടുള്ള വിശ്വാസം, ജപമാല എന്താണെന്നും കൊന്ത കൈ പിടിച്ചുകൊണ്ട് നടക്കാനുള്ളതല്ലെന്നും സ്ത്രീകൾക്ക് മാത്രമല്ല ജപമാല ചെല്ലാനുള്ള അവകാശം എന്നുള്ളതും എൻ്റെ അനുഭവത്തിലൂടെ പഠിപ്പിച്ചു. ഏറ്റവും കൂടുതൽ ചെല്ലേണ്ടത് ആണുങ്ങളാണ് ജപമാല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. എപ്പോഴും സമയം കിട്ടുമ്പം വേസ്റ്റാക്കാതെ ജപമാല എന്ന് പറയുന്ന സംഭവം അത് ചുമ്മാ എഴുതിത്തള്ളാന്നൊരു സംഭവം അല്ല. കർത്താവിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ ഓരോ നന്മ നിറഞ്ഞ മറിയവും ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം അത് ഭയങ്കര തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന മധ്യയിൽ പല പല രീതിയിൽ അമ്മയുടെ കാര്യങ്ങൾ അത്രയും തൊള്ള മാതാവിൻ്റെ ചെല്ലുമ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് വാരിക്കോരി തന്നു. ഒരുപാട് സങ്കടങ്ങൾ വരുമ്പം, ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി വരുമ്പം, കൂടപ്പുറപ്പിനായാലും മക്കൾക്കായാലും ആർക്കായാലും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പം പെട്ടെന്ന് ഞാൻ വിളിക്കുന്നത് എൻ്റെ അമ്മേ, പരിശുദ്ധ അമ്മേ, കർത്താവിൻ്റെ അമ്മേ എന്ന് വിളിക്കുമ്പം ആ നന്മ നിറഞ്ഞ മറിയം ചെല്ലുമ്പം എനിക്കുണ്ടാകുന്ന അനുഭവം പെട്ടെന്ന് അമ്മ ഇടപെടുക. അമ്മയുടെ ഉള്ളം കയ്യിൽ എന്നെ അങ്ങ് താങ്ങി നടക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ ജീവിതത്തിലെ വളരെ നിർണായകമായ അവസ്ഥയിൽ അമ്മ കടന്നുവന്ന അനുഭവം അമ്മയുടെ മക്കളോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. വീണുപോകാതെ പിടിച്ചു നിൽക്കാൻ അമ്മ സഹായിച്ച ആ നിമിഷങ്ങളെ അദ്ദേഹം ഓർമ്മിക്കുന്നു. എൻ്റെ താഴെ 2 പെങ്ങന്മാരാണ് എനിക്കുള്ളത്. അപ്പം 2 പേരെയും കെട്ടിച്ചു വിടാൻ സാമ്പത്തികപരമായ രീതിയിലൊക്കെ ഒരുപാട് പുറകോട്ടായിരുന്നു പൈസ.
2 പെൺപിള്ളേരെ കെട്ടിച്ച് വിടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ചിലവാണ്. അവരുടെ കാര്യങ്ങൾ മൊത്തം പിള്ളേർക്ക് കൊടുക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും. അപ്പം അമ്മയോടുള്ള ആഴമേറിയ വിശ്വാസവും ജപമാല ചെല്ലുന്നതും വഴിയായിട്ട് 2 പെങ്ങന്മാരെയും കെട്ടിച്ച് വിടാൻ അമ്മ സഹായിച്ചു. അത് നല്ലൊരു വിശ്വാസത്തോടെയുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. 2 പെങ്ങന്മാരെ എല്ലാം കെട്ടിച്ച് വീട്ടിലെ കാര്യങ്ങളെല്ലാം തീർന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് പിന്നെ ചെറിയ റെസ്റ്റിൻ്റെ ഒരു സംഭവങ്ങളിലേക്ക് വരും. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ കുറേശ്ശൊക്കെ തീർന്നല്ലോ എന്ന് പറഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ ഇളയ പെങ്ങളെ ജോസ്മി, അവൾ പ്രത്യേക സാഹചര്യത്തിൽ ഒരു അസുഖമായിട്ട് എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എനിക്ക് കൊണ്ടുപോകാനായിട്ട് വന്നു. അതൊരു നീണ്ട ചികിത്സയായിരുന്നു. ക്യാൻസറായിരുന്നു, വൻകുടലിനകത്തായിരുന്നു, കൊളസ്ട്രോമി വായിക്ക് വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ പേഷ്യൻസായിട്ടുള്ള എൻ്റെ പെങ്ങളെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ വിഷമം എനിക്കായിരുന്നു. അവൾക്ക് ക്യാൻസർ വന്നല്ലോ. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എന്താ, ഒരു വല്ലാത്ത ഭയമായിരുന്നു എൻ്റെ മനസ്സിൽ. ഉറങ്ങാത്ത രാത്രികൾ, കുത്തിയിരുന്ന് കരയുന്ന രാത്രികൾ. അപ്പോൾ അന്നേരം എല്ലാം എനിക്ക് സഹായം പരിശുദ്ധ അമ്മയായിരുന്നു, ജപമാലയായിരുന്നു. 32 വയസ്സ് കഴിഞ്ഞ പെണ്ണ് 20 കിലോ അടുത്തേ ഉള്ളായിരുന്നു. ഡോക്ടേഴ്സ് ചെക്കപ്പ് എല്ലാം നടത്തിയിട്ട് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എന്നോട് പറഞ്ഞു സർജറി ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഡോക്ടേഴ്സ് എല്ലാം കൂടി തീരുമാനമെടുത്തപ്പം ചെയ്യാതിരിക്കാനും പറ്റത്തില്ല, ചെയ്യുകയും ചെയ്യണം. അങ്ങനെ പെട്ടെന്ന് സർജറിക്ക് തയ്യാറാവുക. അങ്ങനെ സർജറിക്ക് കയറ്റുന്ന സമയം ഐസിയുവിൻ്റെ ഇടയിലുള്ള മുറിയിൽ എൻ്റെ പെങ്ങളെ കൊണ്ട് ഞങ്ങൾ കടന്നു ചെല്ലുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, അൻസേഷയുടെ ഡോക്ടർ ഇറങ്ങിയ എന്നോട് പറഞ്ഞു, ആരാ? ഞങ്ങളെയാ. ഇങ്ങോട്ടൊന്ന് മാറി എന്നൊരു കാര്യം പറയാം. ഞാൻ അൻസേഷ ചെയ്യുന്ന ഡോക്ടറാണ്. പെങ്ങളുടെ അസുഖം എന്താണെന്നറിയാം, അസുഖത്തിൻ്റെ സ്റ്റേജ് എന്തുമാത്രമാണെന്നറിയാം, 32 വയസ്സ് ചില്ലറയുള്ള പെണ്ണിൻ്റെ വെയിറ്റ് എന്താണെന്നറിയാം, ആരോഗ്യസ്ഥിതി എന്തുമാത്രം ഉണ്ടെന്നുള്ളത് അറിയാം. ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ സഹോദരനെ. ഞാൻ പറഞ്ഞു ഉണ്ട്. നിറഞ്ഞ കണ്ണോടെ ഞാൻ പറഞ്ഞു ഉണ്ട്. അപ്പം അൻസേഷ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉണരുമെന്ന് പറയാൻ പറ്റത്തില്ല, ഓപ്പറേഷൻ സക്സസ് ആവും എന്ന് പറയാൻ പറ്റത്തില്ല. ആൾ മരിച്ചു പോകാൻ 100% ചാൻസാണ്. പക്ഷേ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എല്ലാം തരണം ചെയ്ത് നിൽക്കണം. സങ്കടപ്പെടല്ലേ, കിടന്ന് കരയൊന്നും ചെയ്യല്ലേ, ബന്ധുക്കളെല്ലാം അറിയിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു. അതായത് ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പോടുകൂടി നിൽക്കണം എന്നുള്ളതാണ് ഡോക്ടർ എനിക്ക് തന്ന നിർദ്ദേശം. അങ്ങനെ പേഷ്യൻസിനെ കൊണ്ട് അകത്ത് കയറി കഴിഞ്ഞ് സാധാരണ കൂടെയുള്ള ആളിനെ ഇറക്കി വിടുന്ന പതിവുള്ളതാണ്. എന്നോട് അവിടെ നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനും എൻ്റെ പെങ്ങൾ തിയേറ്ററിൻ്റെ പുറത്ത് നിന്ന് ഞാനിങ്ങനെ ജപമാല ചൊല്ലി അവളോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇറങ്ങി വരുമ്പം എനിക്ക് നിന്നെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്ക് സഹിച്ചില്ല. ഞാൻ പിന്നെയും ജപമാല ചൊല്ലിയിട്ട് ഞാൻ അവളോട് പറഞ്ഞു, തീർച്ചയായും ഇറങ്ങി വരുമ്പോൾ നിനക്ക് എന്നെ കാണാൻ സാധിക്കും, ഉറപ്പാ. മാതാവ് നമ്മുടെ കൂടെ ഉണ്ട്, നമുക്കാരും ഇല്ലാത്തവരാ, മാതാവ് നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ നല്ലപോലെ വിശ്വസിച്ച് പറയുക. ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പം അമ്മ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കി തന്നു. ഞാൻ കരച്ചോടെ മകളോട് പറഞ്ഞു, ഉറപ്പായിട്ട് നിനക്ക് ഇറങ്ങി വരെ കാണാൻ പറ്റും, അമ്മയുണ്ടടി അമ്മക്ക് എന്ന് പറഞ്ഞ് ഞാൻ ആ ജപമാലകളെ മുത്തിച്ചു. പെട്ടെന്ന് സർജറിക്ക് കയറ്റി. സർജറി ഒരു 4 മണിക്കൂർ ചില്ലറയെ എടുത്തെന്ന് പറയുന്നു. എനിക്കത്ര ബോധമില്ല സമയം. ഞാൻ ആ റൂമിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് കുറേ കഴിഞ്ഞപ്പം ഈ ഓപ്പറേഷൻ ഇറക്കുന്നതിന് മുമ്പായിട്ട് ഒരു വലിയൊരു മതിൽ ഇട്ടിഞ്ഞ് വീഴുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായി. അമ്മ എൻ്റെ കൈ പിടിച്ചിരിക്കുക. ഞാൻ ശരിക്കും ഒന്ന് ബോധവാനായപ്പം എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു മാതാവ്. അമ്മ എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുക. മതിൽ പൊളിഞ്ഞു വീണു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ സമാധാനമാവുക, നിൻ്റെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ആശ്വാസം തന്നു. ശകലം കഴിഞ്ഞപ്പം പെങ്ങളെ ഇറക്കി. പെങ്ങൾ ചിരിച്ചു കാണിച്ചു. ഞാൻ ആ ജപമാല പിന്നെയും മുത്തിച്ചു. അങ്ങനെ വലിയൊരു അനുഭവം ഉണ്ടായി. അങ്ങനെ അവിടെ ആദ്യം ഹീമോ, അത് കഴിഞ്ഞ് റേഡിയേഷൻ, പിന്നെ കൊളസ്ട്രോൾ വിഭാഗി വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ അതൊരു വലിയ ചികിത്സയായിരുന്നു. അങ്ങനെ വരുന്ന ആ സമയത്ത് പെങ്ങൾ മരിച്ചു പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമെങ്കിലും എനിക്ക് വലിയ സങ്കടം പിന്നൊന്നും ഉണ്ടായില്ല. കാരണം ആ ദാരിദ്ര്യത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ കുടുംബം നീങ്ങുന്ന മധ്യയിൽ പെട്ടെന്ന് അവൾക്ക് 2 മക്കളാണ്. മൂത്ത കൊച്ച് ഒരു കോൺവെൻറ്റിൽ നിൽക്കുമായിരുന്നു. അവൾക്ക്
തലവേദനയാണെന്ന് പറഞ്ഞ് ഒരു ഫോൺ കോൾ വന്നു. അങ്ങനെ ആ സിസ്റ്റർമാർ ആ ഹസ്ബൻഡിൻ്റെ ബന്ധുക്കളും കൂടി ചെത്തിപ്പുഴ ഹോസ്പിറ്റലിൽ കാണിച്ചു. അന്നേരം തലയിൽ ട്യൂമറാന്ന് തെളിഞ്ഞു. നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഓപ്പറേഷൻ ഡേറ്റ് കിട്ടിയില്ല. അങ്ങനെ പെട്ടെന്ന് ഞങ്ങളെ കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മൊത്തം 1 മാസം കുട്ടി സർജറി കഴിഞ്ഞ് മരിച്ച് വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞ് ഞങ്ങളുടെ കയ്യിലേക്ക് തരുമായിരുന്നു. ആ സമയമെല്ലാം പിടിച്ചു നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ അത് പതറി വിട്ടുപോയി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ ആർക്കും ഉണ്ടാവാം. പക്ഷേ അവിടെയൊന്നും അമ്മ കൈവിട്ടില്ല. മാനസികമായിട്ടല്ല, അമ്മ പിടിച്ചു നിർത്തുമായിരുന്നു. അങ്ങനെ കൊച്ചിൻ്റെ മരണം കഴിഞ്ഞു, അടക്കെല്ലാം കഴിഞ്ഞു. പിന്നെയും എല്ലാം മറന്നു. പെങ്ങളുടെ ചികിത്സയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയം അപ്പോഴും ജപമാല ചൊല്ലുന്നു, പ്രാർത്ഥിക്കുന്നു. മറ്റുള്ള ക്യാൻസർ രോഗികളെ കാണുമ്പം പറയുന്നുണ്ട് മാതാവ് അനുഗ്രഹിക്കും, ജപമാല മറ്റുള്ളവർക്ക് ജപമാലയെ കൊടുക്കും. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർ വിശ്വാസത്തിലേക്ക് അമ്മേനെ വിശ്വസിക്കാനും ഒക്കെ ആയിട്ട് കടന്നു വന്നു. പെട്ടെന്ന് പെങ്ങൾക്ക് അസുഖം കൂടി. അങ്ങനെ അവൾ എന്നോട് ചോദിച്ചു, ഞാൻ മരിച്ചു പോകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ മരിക്കാൻ നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പം ആദ്യമൊക്കെ പറയാനും മരിക്കുമ്പം പേടിയാന്ന്. അന്നേരം ഞാൻ കരയുമായിരുന്നു. പിന്നെ അവൾ പറഞ്ഞു, ഇല്ല ഞാൻ മരിക്കും, എനിക്ക് പേടിയില്ല എന്തെല്ലാം പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ഞാനൊരു വൈദ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, അതായത് പ്ലാമ്പർമിലച്ചൻ തന്നെയാണ്, തോമസ് പ്ലാമ്പർമിലച്ച, ജോസ്മിക്ക് കൂതാശകളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുക, എല്ലാ കൂതാശകളും കൊടുത്തുകൊണ്ടിരിക്കുക, രോഗീലേപനം വരെ കൊടുത്തു. അച്ഛൻ പറഞ്ഞു, നല്ല കാര്യം, അങ്ങനെ കൊടുത്തു. മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോഴും അച്ഛനോട് സംസാരിക്കും. അച്ഛൻ പറയും, കൊച്ചേ കുർബാന കൊടുക്കാമെങ്കിൽ കൊടുത്തോണം, അത് നല്ലതാണ്. എന്നാലും പറഞ്ഞ അച്ഛൻ എന്നെ എപ്പോഴും വിളിക്കുമായിരുന്നു. ഒരു ഐസേ പിതാവിൻ്റെ ഒരു സപ്പോർട്ടാണ് അച്ഛൻ എനിക്ക് തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ മാർച്ച് 19 അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ ഏതാണ്ടെല്ലാം പൂർത്തീകരിച്ച് നിൽക്കുക, മരണം മടിയിൽ വന്ന് നിൽക്കുക എന്നൊക്കെ പറഞ്ഞു സങ്കടപ്പെട്ട് വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മാർച്ച് 19 മരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം, അന്ന് ഐസേ പിതാവിൻ്റെ മരണത്തിരുന്നാളാണ്, അന്ന് മരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പം 18 പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ ഒരു സന്ദേശം തന്നു, 19 മരിക്കും എന്നുള്ളത്. അതും ഭയങ്കരമായിരുന്നു. അങ്ങനെ ഐസേ പിതാവിൻ്റെ മരണപ്പെരുന്നാളിൻ്റെ അന്ന് പള്ളിയിൽ ചോറ് വിളമ്പാൻ തുടങ്ങിയില്ല, ചോറ് വെഞ്ചരിച്ചു, ചാത്തം വിളമ്പിയില്ല ഐസേ പിതാവിൻ്റെ. ആ സമയത്ത് വീട്ടിൽ മരണമായിരുന്നു. ആ സമയത്തും ജപമാല ചൊല്ലി ഞാൻ എൻ്റെ കയ്യിലിരുന്ന അച്ഛൻ വെഞ്ചരിച്ച് എന്ന ബെഡിനിറ്റ് കുരിശ് മുത്തിച്ച് അവൾക്ക് ഈശോ മറിയ ഔസേപ്പെ ചൊല്ലിക്കൊടുത്ത എൻ്റെ പെങ്ങളെ ഞാൻ യാത്രയാക്കി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ പെങ്ങളോട് ഞാൻ പറഞ്ഞു, നീ കർത്താവിലേക്കാണ് പോകുന്നേ, പേടിക്കണ്ട, കോടാനുകോടി മാലാഖമാർ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ നിൽപ്പുണ്ട്, ഞാൻ നിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെയുള്ളൊരു മരണമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്, എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ളൊരു മരണമാണ് കുഞ്ഞ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിഷമമുള്ളൊരു സംഭവമായിരുന്നു എൻ്റെ കൂടപ്പുറപ്പിൻ്റെ ക്യാൻസർ വന്നുള്ളൊരു മരണം. അവിടെ എല്ലാം അമ്മയുടെ കരുതലുകൾ, അമ്മയുടെ കൂട്ടിപ്പിടിച്ചുള്ള എന്നെ കൊണ്ടുള്ള മുന്നോട്ടുള്ള പോക്കെ. ഭയങ്കര ദാരിദ്ര്യത്തിലായിരുന്നു, ഭയങ്കര കഷ്ടപ്പാടിലായിരുന്നു ഞാൻ ആ സമയത്തൊക്കെ. ഭയങ്കരമായിട്ടുള്ള സങ്കടങ്ങളും ഉണ്ടായിരുന്നു. എല്ലാം അമ്മയായിരുന്നു. പരിശുദ്ധ അമ്മ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു എൻ്റെ മനസ്സിൽ, എൻ്റെ ആത്മാവിൽ. ആഴമായി അമ്മയിൽ ആശ്രയിക്കുന്നവരെ അമ്മ തൊട്ടനുഗ്രഹിക്കും എന്നതിന് ഉദാഹരണമാണ് ഈ ജീവിതാനുഭവങ്ങൾ. തൻ്റെ ജീവിതത്തിലെ രോഗങ്ങളുടെ മേൽ അനുഗ്രഹമായി അമ്മ കടന്നു വന്ന അനുഭവങ്ങൾ ഇദ്ദേഹത്തിന് പറയാനുണ്ട്. പെങ്ങളുടെ ചികിത്സയായിട്ട് നടക്കുന്ന സമയത്ത് എൻ്റെ കയ്യിലൊരു മുഴ പെട്ടെന്നുണ്ടായി. അതൊരു 2-3 മാസത്തോളം ആ മുഴ കയ്യിൽ മുഴച്ച് നിന്നു. ഒരു അരിയുണ്ട, നേർച്ചയുണ്ട കൊടുക്കുന്ന ആ വലിപ്പം, അതിനേക്കാൾ ചുടിയും വരും. അത് അങ്ങോട്ടേക്ക് നമുക്ക് നീക്കാൻ പറ്റുമായിരുന്നു. വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഗിയറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ അത് മുഴച്ച് നിൽക്കും. കാണുന്നവർക്കൊരു ഭയമായി. അപ്പം ഈ ക്യാൻസർ സംബന്ധമായ രീതിയിൽ ഡോക്ടർമാരെ കാണുമ്പോൾ ഡോക്ടേഴ്സ് തന്നെ ചോദിച്ചു, അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണം, എന്നിട്ട് അത് ചെക്കപ്പ് ചെയ്യണം, എന്താണെന്നുള്ളത് അറിയണം എന്നൊക്കെ പറഞ്ഞു എന്നോട്. പക്ഷെ എനിക്കത് വലിയ ഭയമൊന്നും തോന്നിയില്ല. ഞാനങ്ങനെ കൊണ്ടു നടന്നു. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എന്നോട് അമ്മ ഒരു ചെറിയ സന്ദേശം തന്നു, നീ പ്രാർത്ഥിക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇച്ചിരി അപ്പോൾ വൈകുന്നേരമാണ്, മെഡിക്കൽ കോളേജിൽ പെങ്ങളുടെ ചികിത്സ നടന്ന സമയം, വൈകുന്നേരം ഓട്ടോറിക്ഷ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സങ്കടപ്പെടുക നേരവും. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയാണ് ചെല്ലണ്ടേ എന്നുള്ള ഒരു സംഭവത്തിലേക്ക് എൻ്റെ മനസ്സ് തിരിഞ്ഞു, അമ്മയിലേക്ക്. നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കേ എന്ന് എനിക്കൊരു
ഒരു സംഭവമാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ അന്നത്തെ ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഓരോ നന്മ നിറഞ്ഞ മറിയം ചൊല്ലി കാഴ്ച വെച്ചിട്ട് കുറേ കഴിഞ്ഞപ്പം എൻ്റെ വായക്കകത്ത് എന്തോ ഒരു സംഭവം നിറഞ്ഞു നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഇതെന്ത് ചെയ്യണം എന്ന് ഞാനിങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് എനിക്ക് സന്ദേശം ഉണ്ടായി. നീ കയ്യിലോട്ട് ഊതാൻ. ഞാൻ ഊതി, ആ മുഴയിലോട്ട് ഊതിയപ്പം ഭയങ്കരമായ രീതിയിൽ ഒരു തീ ഊതി വിട്ടുമ്പം എന്തുണ്ടാവുന്നോ, ഒരു ചൂടുണ്ടാവുന്ന പോലെ ഒരു സംഭവം അവിടെ ഉണ്ടായി. അന്ന് വൈകിട്ടത്തെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഹീമോടെ മരുന്ന് പെങ്ങൾക്ക് മേടിച്ചു കൊടുക്കണം, പെങ്ങളുടെ അടുത്ത് പോയി കാപ്പി മേടിച്ചു കൊടുക്കണം. അങ്ങനെ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് പേഷ്യൻസിൻ്റെ കൂടെ വന്ന കുറച്ച് പേര് ചോദിച്ചു, അയ്യോ ഈ കയ്യല്ല മുഴ എന്ത് പറ്റി, ഇങ്ങോട്ട് പോയി, എന്ത് പറ്റി, എന്നാ കഴിച്ചു? അപ്പം ഞാൻ പെട്ടെന്ന് കൈ അന്നേരം നോക്കിയപ്പം ആ മുഴയില്ല. എനിക്ക് തന്നെ ഒരു അത്ഭുതം, എന്തോ ഇപ്പോൾ ഇന്നലെ വരെ കൊണ്ടുവരുന്ന മുഴ എൻ്റെ കയ്യിൽ നിന്ന് പോയില്ലെന്നു. അപ്പം പെട്ടെന്ന് ഞാൻ ആ കഴിഞ്ഞു പോയ ഇന്നലത്തെ രാത്രി ഓർത്തപ്പം അമ്മയുടെ നന്മ നിറഞ്ഞ മറിയം എന്ന് പറഞ്ഞ പ്രാർത്ഥനയ്ക്ക് ഇത്ര ഭയങ്കര ചൂടാണോ? ഇതാണോ എന്നോട് അമ്മ പറഞ്ഞ നീ പ്രാർത്ഥിക്കേ, അത് കഴിഞ്ഞ് ജപമാല ചൊല്ലി കഴിഞ്ഞപ്പോൾ വായിക്കാത്ത തെങ്ങിയുന്ന ചൂട് നീ ഊതിക്കൊടുക്കേ. ആ മുഴ പെട്ടെന്ന് മാറി. അത് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവമായിപ്പോയി. അത് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം നല്ല പ്രാർത്ഥനയിൽ ഇരുന്ന സമയത്ത് വീൽ ചെയറിൽ ഒരു അപ്പൻ ഇരുന്നുകൊണ്ട് എടാ മോനെ എന്നൊരു വിളി വിളിച്ചു. ആ വിളി എൻ്റെ മനസ്സിൽ ഇന്ന് നിറഞ്ഞിരിക്കുന്നു. ഒരപ്പനാണ് വിളിക്കുന്നത്, എനിക്ക് ആളിനെ അറിയത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് മാതാവേ എന്ന് ഞാൻ വിളിച്ചപ്പോൾ പെട്ടെന്ന് ഇടിമുഴക്കത്തിൻ്റെ സ്വരത്തിൽ ഒരു കൊള്ളിയാൻ പോലെ ഒരു വെളിച്ചവും ഒരു കാറ്റോടെ ഉണ്ടായി. ആ സമയം എൻ്റെ അപ്പൻ കാല് മുറിച്ച് വീൽ ചെയറിലിരിക്കുന്നതായിട്ട് എനിക്ക് മുൻകൂട്ടി കാണിച്ചു തരും അമ്മ. ഞാൻ കണ്ടു, ഇതെന്താന്നുള്ള ഒരു ആകാംക്ഷയായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പനെ കൊണ്ട് കാല് ചെയ്യാതിരിക്കുകയായിരുന്നു. അറ്റാക്കിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, കൊളസ്ട്രോളിൻ്റെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ മമ്മിയും കൂടി ഒരു ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്നൊരു ചെറിയ ചെക്കപ്പ് എല്ലാം നടത്തി, ഒരു കാലെല്ലാം കാണിച്ച് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കൊണ്ടുപോരാം, മരുന്നൊക്കെ മേടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ സാധാരണ കുറയും, അങ്ങനെ കൊണ്ടുപോരാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചെന്നപ്പം ഡോക്ടേഴ്സ് എന്നെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു എവിടുന്നാണ് വരുന്നത്, എന്താ ഏതാന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു പപ്പായ്ക്ക് വലിയൊരു സർജറിയുടെ ആവശ്യമുണ്ട്, കുറേ തുകയാവും, അതിൻ്റെ അകത്ത് കുറേ സ്കാനിങ് ഒക്കെ ഇനി കിടക്കുവാണ്, വൈകുന്നേരം പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഇച്ചിരി കൂടി നേരത്തെ നമുക്ക് ചെയ്യാൻ സാധിക്കും, സമ്മതമാണെങ്കിൽ പറയണം, ഇല്ലെങ്കിൽ വേറെ എങ്ങോട്ടില്ല എമർജൻസി ആയിട്ട് കൊണ്ടുപോക്കണം, ഒരു 4 മണിക്കൂറിനുള്ളിൽ എല്ലാം കഴിഞ്ഞ് ഇന്ന് തന്നെ സർജറി ചെയ്യണം, ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും കൊണ്ടുപോകാം, അത് നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞു. അന്നേരം പെട്ടെന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു, അമ്മേ ഇതെന്താ, കാല് മുറിച്ച് കളഞ്ഞില്ലേ, വലതുകാല് മുറിച്ച് കളഞ്ഞില്ലേ എൻ്റെ അപ്പന് മരണം സംഭവിക്കും എന്നുള്ളതായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞത്. ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കും മരണം സംഭവിക്കാമെന്ന് പറഞ്ഞു. കാരണം ഹാർട്ടിന് പ്രശ്നമുണ്ട്, വേറെ എന്തൊക്കെയോ ഇംഗ്ലീഷിൽ എന്തൊക്കെയോ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് അതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അന്നേരം ഞാൻ അമ്മയോട് പറഞ്ഞ് ജപമാല ചൊല്ലി നന്മ നിറഞ്ഞ മറിയം ചൊല്ലി. പെട്ടെന്ന് എനിക്ക് ഒരു ഫോൺ കോൾ വന്നു, അപ്പൻ്റെ സർജറിക്കുള്ള പൈസയ്ക്കൊന്നും നീ വിഷമിക്കണ്ട, നീ എത്രയും പെട്ടെന്ന് അപ്പനെ വേണ്ട ചികിത്സ നടത്തിക്കൂ എന്നുള്ളൊരു അമ്മ ഇടപെടുമായിരുന്നു അവിടെ. അങ്ങനെ എൻ്റെ അപ്പൻ്റെ കാല് മുറിച്ച് കളഞ്ഞു. എന്നിട്ട് ഡോക്ടേഴ്സ് കൊണ്ടുപോയി എന്നെ കാണിച്ചു, മുറിച്ച് കിടക്കുന്ന കാല് എന്നെ കാണിച്ചു. ഞാൻ കണ്ടത് എൻ്റെ അപ്പൻ്റെ കാല്, എൻ്റെ ചാച്ചൻ്റെ കാല് ഞാൻ കണ്ടു. അങ്ങനെ എൻ്റെ അപ്പൻ്റെ കാല് പോയി. എൻ്റെ അപ്പൻ നല്ലൊരു വിശ്വാസത്തിലേക്ക് വന്നു. ഇന്നും വീട്ടിലൊരു ഭക്തിയാനം ഇടുമ്പോൾ എൻ്റെ അപ്പൻ പൊട്ടിക്കരയുക. അങ്ങനെ നേരത്തെ നല്ല തുറവിയുള്ള ഒരാളല്ലായിരുന്നു. ഇന്നൊരു ഭക്തിയാനം ഇടുമ്പോൾ എൻ്റെ അപ്പം പൊട്ടിക്കരയുക, ഈശോയെ ഈശോയെ എന്ന് പറഞ്ഞ്. അത് എനിക്ക് ഭയങ്കര അനുഭവമാണ്. പിന്നെ എൻ്റെ കയ്യിലെ മുഴ പോയി. ഇതൊക്കെ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ തന്നെയാണ്. അപ്പനും അമ്മയും ഭാര്യയും മക്കളും അടങ്ങുന്ന ഇദ്ദേഹത്തിൻ്റെ കുടുംബം എന്നും പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത്. ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളും ഇവർ പങ്കുവെക്കുന്നതും ഈ അമ്മയോടാണ്.
അമ്മയാണ് എല്ലാം നടത്തിക്കൊടുക്കുന്നതെന്നും ഇവർ വിശ്വസിക്കുന്നു. പെങ്ങളുടെയും കൊച്ചിൻ്റെയും അടക്കമെല്ലാം കഴിഞ്ഞ് ശാന്തമായിരുന്നൊരു സമയം. അപ്പം ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഭവനമില്ലാത്ത മക്കൾക്ക് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ പ്രാർത്ഥന. കാരണം വാടകയ്ക്ക് താമസിക്കുന്ന മക്കൾ, വാടക പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത മക്കൾ, സ്വന്തം വീടും ഭവനങ്ങളും വിറ്റിട്ട് ചികിത്സയിൽ കഴിയുന്ന മക്കളെയൊക്കെ കുറച്ചുപേരെ ഓർക്കാനിടയുണ്ടായി, പരിചയപ്പെടാനിടയായി. ആ സമയം കുറേ പേരെ ദത്തെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പോൾ ആ കൂടെ ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു കടമയും കൂടി ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഒരു ദിവസം വൈകുന്നേരം വീടിൻ്റെ ഇഷ്ടിക കഷ്ണങ്ങൾ, ഓളോബ്രിക്സിൻ്റെ കട്ടകൾ പൊളിച്ചു മാറ്റുന്നതായിട്ട് അനുഭവപ്പെടുക. അപ്പം അത് പിന്നെ അതങ്ങ് വിട്ടു. കുറേ പ്രാർത്ഥിച്ച് കഴിയുമ്പം നന്മ പറഞ്ഞവരെയും ചെല്ലുമ്പം പിന്നെയും പൊളിച്ചു മാറ്റുന്നതായിട്ടാണ് കാണുന്നത്. അതിങ്ങനെ കഴിഞ്ഞു. അതൊരു 10-18 ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ 2 സുഹൃത്തുക്കൾ എൻ്റെ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുകയും അതിലൂടെ ഒരു നല്ല അമ്മയുടെ ഇടപെടലായിരുന്നു. എൻ്റെ വീട് നല്ല രീതിയിലൊന്ന് മെയിൻ്റെനൻസ് ചെയ്തെടുക്കുകയും ആ മെയിൻ്റെനൻസ് ചെയ്ത സമയം ശരിക്കും ഞാൻ പ്രാർത്ഥനയിലായിരുന്നു. മാതാവിനോട് പറയായിരുന്നു, ഞാൻ തച്ചനെ ഏൽപ്പിച്ചേക്കുന്ന എൻ്റെ വീടിൻ്റെ കാര്യം പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞ് ഞാൻ വൈകുന്നേരം മമ്മിയും വീട്ടിലുള്ള എല്ലാവരും വേറെ ഒരു വാടക വീടല്ല, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ താമസിക്കുമ്പം വാടകയൊന്നും മേടിച്ചില്ല അവർ, പൈസ ഇല്ലാഞ്ഞുകൊണ്ട് അവിടെ താമസിച്ചുകൊണ്ട് ഞാൻ വൈകുന്നേരം ഇവിടെ വന്നിരുന്നുകൊണ്ട് സംസാരിക്കുമായിരുന്നു. അമ്മയോട് പറയുമായിരുന്നു, ഞാൻ തച്ചനെ ഏൽപ്പിച്ചേക്കുന്നത്, വിശുദ്ധ ഐസേപിതാവിനെ ഏൽപ്പിച്ചേക്കുന്നത് എത്രയും പെട്ടെന്ന് എനിക്ക് തീർന്നു കിട്ടണം, അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും തരണം, പ്രാർത്ഥിക്കാനുള്ള തുറവി എനിക്ക് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കരയുമായിരുന്നു. വൈകിട്ട് വല്ലാട്ട് ആഹാരമൊന്നും കഴിക്കത്തില്ലായിരുന്നു, ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഒരു അനുഗ്രഹം എൻ്റെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുക. എനിക്ക് പ്രാർത്ഥിക്കാൻ നല്ല ഉന്മേഷം, എൻ്റെ വീട്ടിലിരുന്ന് നല്ല ശാന്തമാണ്. പെട്ടെന്ന് എല്ലാം പൂർത്തീകരിച്ചു. ഞാനൊരു വൈദ്യൻ ഞങ്ങളുടെ പള്ളിയിലെ കൊച്ചച്ഛനോടാണ് പറഞ്ഞത്, ജിനി 20 അച്ഛൻ പടിഞ്ഞാറ് ദേശക്കാരനാണ്, മാതാവിനെ പൊതിഞ്ഞു പിടിച്ചേക്കുന്ന അച്ഛന് ഒരുപാട് ജപമാലയൊക്കെ ചൊല്ലി മാതാവിന് വേണ്ടിയിട്ട് ഒരുപാട് സഹനങ്ങളൊക്കെ ഏറ്റെടുത്ത് മാതാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വൈദ്യനാണ്. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛാ വീട് വെഞ്ചരിച്ച് തരണം, ആഘോഷങ്ങളൊന്നുമില്ല, അച്ഛനും കെപ്പിയാരും മാത്രം, നമ്മുടെ വീട്ടുകാരും കൂടെ അമ്മ. അപ്പോൾ അച്ഛൻ പറഞ്ഞു വെഞ്ചരിക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ വന്നു, വീട് വെഞ്ചരിച്ചു. വെഞ്ചരിക്കുന്ന സമയം അവിടെ വലിയൊരു ഭയങ്കര അമ്മയുടെ ഇടപെടലുണ്ടായി. സാധാരണ രീതിയിലൊരു വീട് പണിത് കയറുമ്പം സമയം നോട്ടവും കാര്യങ്ങളൊക്കെ എല്ലാവരും ഉണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പരിശുദ്ധ അമ്മയുണ്ടോ, ശിവപിതാവുണ്ടോ, അമ്മയുടെ കൂടെ ഉണ്ണീശ ഉണ്ടോ, അമ്മ എല്ലാം നോക്കിക്കോളും. നമ്മളുടെ സമയമൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അമ്മ സമയം നോക്കിക്കോളും, അമ്മ ചേർന്ന് നിന്നോളും. അമ്മ തിരുക്കാപ്പ എടുത്ത് കൈ പിടിച്ച് കയറി വന്നു കഴിഞ്ഞാൽ അമ്മ സകലം കൺട്രോൾ ചെയ്തോളും. അമ്മ വരുന്നതിന് മുമ്പേ മലാഖമാർ വരും, എല്ലാം റെഡി ആയിക്കോളും. അവിടെ വെഞ്ചരിപ്പ് നടന്നു. അവിടെ നിന്നിങ്ങോട്ട് നല്ല ശാന്തമായ അന്തരീക്ഷം എൻ്റെ കുടുംബത്തിൽ, ഭയങ്കരം പ്രാർത്ഥിക്കാനുള്ള തുറവി, അമ്മയുടെ നല്ല സാന്നിധ്യം, സഹനങ്ങളെടുത്ത് മിറ്റിലെ മുട്ടുകൊത്തിയെന്ന് എനിക്ക് അമ്മ മാതാവിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുക എൻ്റെ വീട്ടിൽ.